എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രം അഥവാ ദേവസ്ഥാനം ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രം, കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിലെ പെരിങ്ങോട്ടുകരയിലുള്ള ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രം, അവിടേക്കുള്ള യാത്രയാണ്. ഈ ക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരാതനവും അതിശക്തവുമായ ഒരു ക്ഷേത്രം കൂടിയാണ്. ഭക്തർ ഉള്ളുരുകി വിളിച്ചു കഴിഞ്ഞാൽ എന്ത് കാര്യവും കാര്യസിദ്ധിയായി നേടിക്കൊടുക്കുമെന്നുള്ള വിശ്വാസമാണ് ഇവിടുത്തെ ക്ഷേത്രത്തിനുള്ളത്. ഇവിടുത്തെ ക്ഷേത്രം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നത് അതിവിശാലമായതും അത് നവീകരിച്ചതുമായ ഒരു ക്ഷേത്രം കൂടിയാണ്. ദേവസ്ഥാനം എന്ന് പറയുന്ന പോലെ തന്നെ സ്വർഗത്തിലേക്കുള്ള ഒരു കവാടം പോലെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മിതി മൊത്തം. ഉള്ളുരുകി വിളിച്ചാൽ കേൾക്കുന്നൊരു ദേവനാണ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രം. അതുകൊണ്ട് തന്നെ ഇവിടേക്ക് അനേകം തരം ഭക്തജനങ്ങളാണ് എത്തിച്ചേരുന്നത്. ഓരോ ദിവസവും അവരവരുടെ കാര്യങ്ങൾ മനസ്സുരുകി വിളിക്കുകയും വേണ്ട വഴിപാടുകൾ ചെയ്യുകയും ചെയ്യുന്നൊരു ക്ഷേത്രം കൂടിയാണ് ദേവസ്ഥാനം ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രം എന്ന് പറയുന്നത്. വിഷ്ണുമായ സ്വാമിയുടെ ഉഗ്രരൂപത്തിലുള്ള അവതാരമാണ് ഇവിടെ കുടികൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ ഏതൊരു കാര്യത്തിനും വരുന്ന ഭക്തജനങ്ങളെ വിഷ്ണുമായ സ്വാമി കൈവിടാറില്ല. അതേപോലെ തന്നെ ഈ അമ്പലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടികൊള്ളുന്നത് സാക്ഷാൽ ശ്രീരാമദേവൻ്റെ അടുത്ത് തന്നെയാണ്. അതുകൊണ്ട് ശ്രീരാമദേവൻ്റെ ദൂതനായും ശ്രീരാമദേവൻ്റെ കാവലാളായും വിഷ്ണുമായ സ്വാമി കുടികൊള്ളുന്നു. പൂളിവാക എന്ന കാട്ടുസ്ത്രീക്ക് പരമശിവനിലുണ്ടായ പുത്രനാണ് ശ്രീ വിഷ്ണുമായ. ചാത്ര എന്ന പേരിലും വിഷ്ണുമായ അറിയപ്പെടുന്നു. നായകൾ കാട്ടുന്നത് കൊണ്ടാണ് വിഷ്ണുമായ എന്ന പേരിൽ അറിയപ്പെടുന്നത്. നിരവധി ഭക്തജനങ്ങളാണ് എല്ലാ ദിവസവും ഇവിടെ എത്തിച്ചേരാറ്. കേരളം കഴിഞ്ഞാൽ തമിഴ്നാട്, കർണാടക എന്നിവിടങ്ങളിൽ നിന്ന് പോലും നിരവധി ജനങ്ങൾ ഇവിടെ എത്താറുണ്ട്. ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത എന്നാൽ സ്വർണ്ണത്തോണ്ട് പൂശിയ ഒരു അമ്പലം കൂടിയാണിത്. അതുകൊണ്ട് തന്നെ നിരവധി രൂപങ്ങളും കാണാൻ നല്ല ഭംഗി ഐശ്വര്യമുള്ള ഒരു ദേവസ്ഥാനം എന്ന പോലെ തന്നെയാണ് അമ്പലത്തിൻ്റെ രൂപകൽപ്പന. അമ്പലങ്ങളിൽ വിഷ്ണുമായുടെ ഉത്ഭവം നല്ല രീതിയിൽ തന്നെ കുത്തിവെച്ചിട്ടുണ്ട്. അതിൻ്റെ കഥകളും പറഞ്ഞിട്ടുണ്ട്. തൃപ്രയാർന്ന് ഏകദേശം 3 കിലോമീറ്ററാണ് ഈ അമ്പലത്തിലേക്കുള്ള ദൂരം. ഇതിൻ്റെ അപ്പുറം തന്നെ ദേവസ്ഥാനവും കാനാടിക്കാവ് ക്ഷേത്രവും കുടികൊള്ളുന്നു. പിന്നെ വിഷ്ണുമായനെ കൂടാതെ സാക്ഷാൽ മുരുകനും ദേവിയും അയ്യപ്പനും കുടികൊള്ളുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിഷ്ണുമായ സ്വാമിയുടെ ശക്തി വർദ്ധിക്കുമെന്നാണ് ഐതിഹ്യം. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നോക്കിക്കാൻ വേണ്ടി ഓരോരോ ഗുരുക്കന്മാരവിടെയുണ്ട്. നമ്മുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള പരിഹാരവും പൂജയും അവർ നമുക്ക് നിർദ്ദേശിക്കും. ഏത് സമയവും തുറന്നു വെച്ചിരിക്കുന്ന ഒരു അമ്പലം കൂടിയാണ് വിഷ്ണുമായ സ്വാമി ക്ഷേത്രം. ഉച്ചയ്ക്ക് ചെല്ലുകയാണെങ്കിൽ നമുക്ക് ഭക്ഷണവും ഉണ്ട് അവിടെ. നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരാതി പരിഹാര നിർണ്ണയിക്കാൻ വേണ്ടി സാക്ഷാൽ ദൈവം തന്നെ വരുന്ന ഒരു പ്രക്രിയയാണ് ഇവിടെ ഉള്ളത്. വിഷ്ണുമായ സ്വാമിയെ ഇവിടെ പ്രതിഷ്ഠിച്ച സാക്ഷാൽ വേലായുധ മൂപ്പൻ്റെ സമാധി സ്ഥലം കൂടിയാണ് ഇവിടെ. 390 കുട്ടിച്ചാത്തന്മാരും ഇവിടെ കുടികൊള്ളുന്നു എന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ഏതൊരു കാര്യത്തിനായാലും നമുക്ക് വിളിച്ചാൽ വെളിപ്പുറത്തെത്തുന്ന ഒരു ദേവനാണ് വിഷ്ണുമായ. ഇവിടെ എല്ലാവിധ വഴിപാടുകളും എല്ലാവിധ പൂജകളും വിശേഷാൽ പൂജകളും നടക്കാറുണ്ട്. അതിൽ പങ്കെടുത്താൽ ഫലപ്രാപ്തി ഉറപ്പാണെന്നാണ് വിശ്വാസം. വിവാഹ തടസ്സം, സാമ്പത്തിക കാര്യങ്ങളിലെ ബുദ്ധിമുട്ടുകൾ, കടം, ബാധ്യതകൾ എന്നിങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും ഇവിടെ പരിഹാരമുണ്ട്. അന്ധവിശ്വാസങ്ങൾ വെടിഞ്ഞ് വിശ്വാസത്തിലേക്ക് വരുന്ന ഏതൊരു ഭക്തജനത്തിനും ഇവിടെ പോകാവുന്നതാണ്. ഇവിടെ ഈ ഒരു സ്വർഗം പോലെയാണ് ഈ അമ്പലം പണിത് വെച്ചിരിക്കുന്നത്. കയറുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ്. പിന്നെ ഇവിടെ പല രൂപത്തിലുള്ള ഓരോരോ രൂപങ്ങളും അതിലുപരി നല്ല ഭംഗിയുള്ള പഴയ കാല വിശ്വാസങ്ങളിലെ കൊത്തുപണികളും ഇവിടെ ചെയ്തു വച്ചിട്ടുണ്ട്. ഒരു ക്ഷേത്രത്തിനുപരി നമുക്കൊരു പഴയ കാല ഓർമ്മ കൂടി ഇവിടെ നിന്ന് നമുക്ക് കിട്ടാനുണ്ട്. അപ്പോൾ എല്ലാവരും ഈ അമ്പലം ഒന്ന് ദർശിക്കുക. അമ്പലങ്ങളിലേക്ക്